നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടമലയാർ ചാലക്കുടി കനാൽ പദ്ധതിയിൽ അഴിമതി, 48 പേർ കുറ്റക്കാരെന്ന് തൃശൂർ വിജിലൻസ് കോടതി. ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ ചാലക്കുടി വലത് കനാൽ പുനരുദ്ധാരണത്തിലെ അഴിമതി കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് തൃശൂർ വിജിലൻസ് കോടതി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, കോൺട്രാക്ടർമാർ അടക്കം 50 പേർ കേസിൽ പ്രതികളാണ്. 2 പേരെ കുറ്റവിമുക്തരാക്കി. 48 പേർ കുറ്റക്കാരാണെന്നാണ് കണ്ടെത്തൽ. വേണ്ടത്ര സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെ കനാൽ പണിതെന്നും സർക്കാരിന് 1 കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. 8 കിലോമീറ്റർ വരുന്ന കനാലിന്റെ പണി വിവിധ കോൺട്രാക്ടർമാർക്ക് വിഭജിച്ച് നൽകിയായിരുന്നു പണി നടത്തിയിരുന്നത്. ഇതിലാണ് അഴിമതി ഉണ്ടെന്ന് കോടതി കണ്ടെത്തിയത്. 2003-4 കാലത്താണ് കേസ് വന്നത്. ശിക്ഷാവിധി വൈകാതെ കോടതി പുറപ്പെടുവിക്കും. 8ാം ക്ലാസ് വിദ്യാർത്ഥി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചു. കൈകൾ കെട്ടിയ നിലയിൽ. ദുരൂഹത. തിരുവനന്തപുരം വെള്ളറടയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വീടിനുള്ളിലെ ജനാലയിലെ കമ്പിയിലാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. വെള്ളറട സ്വദേശി അരുള നന്ദകുമാർ, ഷൈനി ദമ്പതികളുടെ മകൻ അഖിലേഷ് കുമാറാണ് മരിച്ചത്. കുട്ടിയുടെ കൈകൾ തുണികൊണ്ട് പിന്നിൽ കെട്ടിയ നിലയിലാണ് കണ്ടത്. ആത്മഹത്യയല്ലെന്നാണ് പ്രാഥമിക നിഗമനം. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതായും പോലീസ് സംശയിക്കുന്നു. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൈ കഴുകാൻ വെള്ളം നൽകിയില്ല. അമ്മയുടെ കൈ മകൻ തല്ലിയൊടിച്ചു. മകൻ അറസ്റ്റിൽ. കൊല്ലം കടക്കലിൽ 67-കാരിയായ അമ്മയുടെ കൈ മകൻ തല്ലിയൊടിച്ചു. കോട്ടുക്കൽ സ്വദേശിനിയായ കുലിസം ബീബിയുടെ ഇടത് കൈയാണ് വിറക് കഷ്ണം കൊണ്ട് മകൻ അടിച്ചൊടിച്ചത്. സംഭവത്തിൽ മകൻ നാസറുദ്ദീനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാൻ വെള്ളം നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു കുൽസം ബീബിയെ മകൻ മർദ്ദിച്ചത്. ഇക്കഴിഞ്ഞ 16-ാം തീയതിയായിരുന്നു സംഭവം. നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇവരെ പ്രതിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കുൽസം ബീബി നൽകിയ പരാതിയിലാണ് നാസറുദ്ദീനെ അറസ്റ്റ് ചെയ്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തു. തക്കാളി വില കുതിക്കുന്നു. ചില സംസ്ഥാനങ്ങളിൽ സെഞ്ചുറി കടന്നു. രാജ്യത്തെ തക്കാളി വില കുതിക്കുന്നു. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ തക്കാളി കിലോയ്ക്ക് 100 രൂപയിലെത്തി. വിതരണം കുറഞ്ഞതോടെ വില കുത്തനെ ഉയരുകയായിരുന്നു. രാജ്യത്തുടനീളം വീശിയടിച്ച ഉഷ്ണതരംഗം കാർഷിക മേഖലയെ സാരമായി ബാധിച്ചിരുന്നു. ഇക്കാരണം കൊണ്ട് വരും ദിവസങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ഉഷ്ണതരംഗത്തെ തുടർന്ന് തക്കാളി വില സെഞ്ചുറി കടന്നിരിക്കുകയാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ തക്കാളി ഇപ്പോൾ കിലോയ്ക്ക് 90-100 രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മുംബൈയിൽ കിലോയ്ക്ക് 80 മുതൽ 100 രൂപയാണ് വില. നേരത്തെ കിലോയ്ക്ക് 35 രൂപയ്ക്ക് വിറ്റിരുന്ന തക്കാളി ഇപ്പോൾ 80 രൂപയിലേക്ക് കുതിച്ചു. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളെ പുറത്താക്കി. പെരിയ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ, രാജൻ പെരിയ, പ്രമോദ് എന്നിവരെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ നേതാക്കൾ പരസ്യമായി അപമാനിച്ചുവെന്നാണ് KPCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വിവാഹ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്തത് ഗുരുതര തെറ്റാണെന്നും പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണെന്നുമായിരുന്നു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്. ജില്ലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെ നേതൃത്വം അവഗണിക്കുന്നതായും കണ്ടെത്തുകയായിരുന്നു. രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് കേന്ദ്രീകൃത സംവിധാനം വേണമെന്നും നിർദ്ദേശിച്ചിരുന്നു. പ്രതിമാസം ജില്ലാ നേതാക്കൾ രക്തസാക്ഷികളുടെ വീട് സന്ദർശിക്കണം. രക്തസാക്ഷി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ KPCC നേതൃത്വത്തിൽ കമ്മിറ്റിക്ക് രൂപം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. PM നിയാസ്, N സുബ്രഹ്മണ്യൻ എന്നിവർക്കായിരുന്നു അന്വേഷണ ചുമതല.